ഹായ് ഫ്രണ്ട്സ്, ഇത് ജിൻഡോനാണ് JTC മീഡിയ എന്നിട്ടാ. നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് തണ്ണിമത്തൻ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഈ കാണുന്ന പോലെ ഈ പാടത്ത് കൈക്കോട്ട് കൊണ്ട് കളച്ചിട്ടാണ് നമ്മളിതിങ്ങനെ ചെറിയ ചെറിയ തടങ്ങൾ മാത്രം മൾച്ച് ചെയ്തു. എല്ലാ ഭാഗങ്ങളും മൾച്ച് ചെയ്തില്ല. അതായത് ഇപ്പോൾ കാണുന്ന പോലെ ചെടി നിൽക്കുന്ന കടകൾ മാത്രം നമ്മൾ മൾച്ച് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ തണ്ണിമത്തൻ 3 വിത്ത് കുത്തിയിട്ടത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3 വിത്ത് നമ്മളിങ്ങനെ കുഴിച്ചിടാനുള്ളതും സെൻറ്ററിൽ വളങ്ങളും മറ്റും ഒഴിക്കാൻ വേണ്ടിയിട്ട് 4 കുഴി അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്കത് നമ്മുടെ തണ്ണിമത്തൻ്റെ ചെടികളൊക്കെ വളരെ വലുതായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെടികൾ 45 ദിവസം കഴിഞ്ഞു. ഇന്ന് 46ാമത്തെ ദിവസമാണ്. ഇതെന്ന് നോക്കിയാൽ 46ാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമുക്കത് 1-2 കായകളൊക്കെ ഇത് അവിടെ ഇവിടെ ആയിട്ട് മടങ്ങിയെടുക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു കായകളത് വേറെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില കായകളൊക്കെ ഇത് നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ ഈ ഷീറ്റിനോട് ചേർന്ന് തന്നെ കിടക്കുന്നുണ്ട്. ഓരോരുത്തരും പുതിയ പുതിയ കായകൾ ഇത് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ തലഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കാണണ്ട, ഇത് പിന്നെ ഇത് ഇവിടെ കായയുടെ ഭാഗം കിടക്കണം. അങ്ങനെ അങ്ങനെ നമുക്ക് അത്രമാത്രം വലിയ പടർച്ചകളെന്ന് പറയാനൊന്നുമില്ല. ചെടികൾ പടർച്ച ആയിട്ടില്ലെങ്കിൽ തന്നെയും ഇപ്പം നമ്മുടെ ചെടികളുടെ ഗ്രോത്തിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലത്. ആ ഭാഗത്ത് ഈ ഭാഗത്തേക്ക് ആയിട്ട് ഒരു ചെറുത് തുടങ്ങിയിട്ടുണ്ടെന്ന് മാത്രം. ഇപ്പോൾ 46ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ 150 വിത്തിട്ടേൽ 80 വിത്തിട്ടേൽ ചുരുങ്ങിയതിൽ 80 വിത്തെങ്കിലും നമ്മുടെ മയിലുകളൊക്കെ വന്ന് കൊത്തി തിന്ന് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് കുറേയൊക്കെ ചെടികളൊക്കെ പോയി. അപ്പോൾ ഉള്ള ചെടികളിലൊക്കെ കായ പിടിക്കുന്നുണ്ട്. ഞാൻ ആ അവസരത്തിൽ പോയ ചെടികളുടെ ഭാഗത്ത് തന്നെ ചില വെള്ളരി വിത്തുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളരി ചെടികളൊക്കെ ഇത് കുറച്ചും കൂടി വലിപ്പത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെയ്യുന്ന വളങ്ങൾ വേസ്റ്റായി പോകരുതല്ലോ. അതുകൊണ്ട് തന്നെ വെള്ളരി വിത്തുകളൊക്കെ ഞാൻ ട്രേയിൽ വെച്ചിട്ട് തന്നെ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വെള്ളരി ചെടികൾ. ശരിക്കും നമ്മളിത് തണ്ണിമത്തന് മാത്രമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നൊരു ഭാഗമായിരുന്നു. കണ്ട ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഈ കുത്തിയതൊക്കെ നമ്മുടെ ഈ തിന്ന് പോയതൊക്കെ മയിലുകൾ തിന്ന് പോയതാണ്. ഇതിലൊന്നും അത്ര ഗ്രോത്തിലില്ല. കണ്ട, നമ്മളിങ്ങനെ വെള്ളരി വിത്ത് കൂടി വെച്ചിട്ടുണ്ടെന്ന് മാത്രം. ഓക്കെ, മാത്രമല്ല നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്ന മയിൽ വന്ന് കുത്തി തിന്നാതിരിക്കാനാണ്. ഇത് അവിടെ ഒരെണ്ണം അവിടെ ഒരെണ്ണം. അപ്പോൾ തീയാന്ന് വിചാരിച്ചിട്ട് വരില്ല എന്നാണ് പറയണത്. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ 46ാമത്തെ ദിവസമാണെങ്കിൽ തന്നെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുമ്പോഴാണ് നമുക്ക് കൃഷിയോട് കുറച്ചും കൂടി കൂടുതൽ ആഭിമുഖ്യം വരണതേ. എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരെല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ഇതൊക്കെ ചെയ്തിട്ട് വല്ലതും കിട്ടുന്നുണ്ടാന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൃഷി ചെയ്ത് നോക്കി നോക്ക്. നിങ്ങൾ കൃഷി ചെയ്തിട്ട് നിങ്ങളുടെ ഇതിന് കായും പൂവൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ സന്തോഷം